അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് മെയിനായിട്ടും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. പിന്നെ എന്താ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാണ് കേട്ടോ. ഈ കല്യാണം കഴിഞ്ഞ് ഈ വഴി തന്നെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വീട്ടിൽ പോവാണ്. അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസ് ഇതും കൂടെ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങുന്നുണ്ട് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്താനായിട്ട്. അപ്പം നമ്മുടെ കാലാവസ്ഥ അനുവദിച്ചില്ല, പിന്നെ പനിയും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം വിചാരിച്ചു ഒരു കല്യാണമുണ്ട്, അപ്പോൾ ആ കല്യാണം നടക്കുന്ന സ്ഥലവും നമുക്ക് ഷോപ്പിംഗ് നടത്തുന്ന സ്ഥലവും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് രണ്ടും ഒരു ദിവസമായത്. അപ്പം രാവിലെ ആയിരുന്നു കല്യാണം, 9 മണിക്കായിരുന്നു കല്യാണം. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സമയം ഉണ്ടായതുകൊണ്ട് പിന്നെ ഒറ്റയടിക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇത് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായാലും മഴയില്ല. രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര മഴയായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴത്തേക്കും രാവിലെ മഴയൊക്കെ തോന്നിയിരുന്നു. പിന്നെ കല്യാണം വരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, മഴയുമില്ല, വെയിലുമില്ല, ചൂടുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം, കാരണം ഒന്നും അലയണ്ടല്ലോ. നല്ല കാലാവസ്ഥയായിരുന്നു ഷോപ്പിങ്ങിനായാലും. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ നടത്തിയത് തന്നെ നമുക്ക് ഒരുപാട് താമസം എടുക്കും വീട്ടിലോട്ട് പോകാനായിട്ടേ, കാരണം ഒരുപാട് കടകൾ കയറാനുണ്ട്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു തുണിക്കടയിൽ വന്നതാണ് കേട്ടോ. അതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്, ഓഡിറ്റോറിയം ഇത് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പല ദിവസം വരണ്ടാലോ ഒരു ദിവസം അങ്ങ് മെനക്കെടാമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഇവർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്നും പറഞ്ഞ് തുണിക്കടയിലോട്ട് വന്നതാണ്. നമുക്ക് ഡ്രസ്സെന്ന് പറയുമ്പോൾ സ്കൂളിലിട്ടുകൊണ്ട് പോകാൻ പുതിയ ഡ്രസ്സ് അങ്ങനെയൊന്നും വേണ്ട, യൂണിഫോമാണ്, ഫുൾ ഡേ യൂണിഫോമാണ്. ബർത്ത്ഡേക്ക് മാത്രമായിരിക്കും ഇവർക്ക് ഒരു ദിവസം കളർ ഡ്രസ്സ് ഉള്ളത്. അപ്പം അന്നേരം നമ്മൾ എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് വീട്ടിലിടാനും പിന്നെ അല്ലറ ചില്ലറ തുണി തരങ്ങളൊക്കെ വേണം. യൂണിഫോം ആണെങ്കിൽ കൂടിയും വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം എടുക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ വന്ന് വീട്ടിലിടുന്നത് ആഷ്മിക്കൊക്കെ ട്യൂഷന് പോകുമ്പോഴത്തേക്കിനും ഇടാനായിട്ട് കുറച്ച് വേണം. അങ്ങനെ അതും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും നല്ല സാധനമെല്ലാം സ്റ്റോക്കൊക്കെ ഒരുവിധം തീർന്നു. ഇനിയിപ്പോൾ വരത്തേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ ഒരു വരക്കമൊന്നും എന്നെയും കൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഉള്ളതൊക്കെ പറക്കിക്കൊണ്ടുപോയി. ഞാനും 2-3 നൈറ്റിയൊക്കെ എടുത്തു. ആഷ്മിയുടെ പാകത്തിന് വീട്ടിലിടാൻ പാൻറ്റും ഉടുപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തൊട്ടപ്പുറത്ത് വേറൊരു കടയുണ്ട്. നമ്മൾ ഒരു കടയിൽ മാത്രം കയറി നമുക്ക് സാധനങ്ങൾ കിട്ടത്തില്ലല്ലോ. അപ്പം തൊട്ടപ്പുറത്തൊരു കടയിലുണ്ട്, അവിടെ കൂടെ കയറാമെന്ന് വെച്ചാൽ ലച്ചുവിന് ഇവിടുന്ന് ടീഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിലിടുന്ന കിട്ടിയില്ല കേട്ടോ. എല്ലാം തീർന്നു, സ്റ്റോക്കെല്ലാം തീർന്നു. ഇനിയിപ്പം വരുമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുത്തു കേട്ടോ. അവിടുന്ന് പിന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ തൊട്ടപ്പുറത്ത് വേറൊരു കടയിലോട്ട് വന്നു കേട്ടോ. ഇഷ്ടംപോലെ തുണിക്കടയൊക്കെ ഉണ്ടല്ലോ അടുത്തടുത്ത്. അങ്ങനെ ഞങ്ങൾ അവിടോട്ട് കയറി. അപ്പം വീട്ടിലിടുന്നതാണ് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതുപോലെ ഞാൻ വർഷത്തിൽ 1-2 വട്ടമൊക്കെ ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സുകൾ എടുക്കാറുള്ളൂ. അപ്പോൾ എല്ലാം പന്നലായി, അപ്പം പന്നലാവാറായി. ഇപ്പം അങ്ങോട്ട് എപ്പോഴും വീട്ടിലിരുന്ന ഡ്രസ്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, കാരണം 1-2 ജോഡിയൊക്കെ ദിവസവും വേണമല്ലോ. അപ്പം ഞങ്ങൾ ആ കയറിയ തുണിക്കടയിലായാലും ഞങ്ങൾ നമ്മുടെ സ്കൂൾ ഐറ്റംസ് മൊത്തം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാമായിരുന്നു. പക്ഷേ സ്കൂൾ ഐറ്റംസ് ഒന്നും ഞാൻ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. തൊട്ടപ്പുറത്ത് വേറൊരു വലിയ കടയുണ്ട്. നമ്മൾ സ്ഥിരം എല്ലാ വർഷവും നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കുക എന്ന് കരുതി. ഇത് തുണിക്കടയുടെ കൂടെ ഉള്ളപ്പം കുറച്ചൊക്കെ ഉള്ളൂ. നമുക്ക് വിചാരിക്കുന്ന പോലെ വലിയ വിപുലമായിട്ടുള്ള സ്കൂൾ ഷോപ്പിംഗ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. മെയിനായിട്ട് അവിടെ തുണിക്കടയാണ്. അങ്ങനെ ഏതാണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബർഗർ അതുപോലുള്ള സാധനങ്ങളൊക്കെ ആഷ്മി ബുക്ക് എടുക്കട്ടെ. ഇതൊക്കെ ഷോക്കേസിൽ വെക്കുന്ന സാധനങ്ങൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ആഷ്മി ഇങ്ങനെ പൊക്കി എടുത്ത് നോക്കുമായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ എന്തായാലും അവിടെ വന്നും തുണികൾ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും, ഞങ്ങൾ ഇച്ചിരി ലേറ്റായി പോയില്ല, എല്ലാവരും തുണിയൊക്കെ എടുത്തു പോയി. അതുകൊണ്ട് തീർന്നു കേട്ടോ. കടകളിലെല്ലാം സാധനങ്ങളെല്ലാം തീരാറായി. അടുത്ത സ്റ്റോക്കൊക്കെ വരുന്ന സമയമാവുന്നേ ഉള്ളൂ. എന്തായാലും ലച്ചുവിന് നമുക്ക് കിട്ടിയില്ല കേട്ടോ. ലച്ചുവിന് നമുക്ക് ഇവിടെയും കിട്ടിയില്ല. ആഷിക്ക് ഇവിടുന്നും കിട്ടി. ആഷിക്ക് ഇവിടുന്നും ഞാൻ കുറച്ച് വീട്ടിലിടുന്ന് എടുത്തു, 2 എടുത്തു. അങ്ങനെ ഇവിടെയും കുറച്ച് നേരമൊക്കെ നിന്നു, അല്ലറ ചില്ലറ ഇവിടെയും കുറച്ച് സമയമൊക്കെ ചിലവഴിച്ചു നമ്മൾ. പിന്നെ പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ തുണിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെന്തെങ്കിലുമൊക്കെ നോക്കിയെടുത്ത് അവിടെയൊക്കെ തന്നെ അങ്ങ് നിൽക്കും. അങ്ങനെ കുറേ നേരം നോക്കി നൽകാൻ നമുക്ക്. പിന്നെ എനിക്ക് ഇവിടുന്ന് ഒരു നൈറ്റി എടുത്തു കേട്ടോ. എൻ്റെ കാര്യങ്ങൾ മാത്രമേ നടന്നുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ലച്ചുവിന് ഇനിയിപ്പം വേറെ ദിവസം വന്നേ പറ്റൂ വീട്ടിലിടുന്ന ഡ്രസ്സ് വേണമെങ്കിൽ. ഇവിടുന്നും വിചാരിച്ചോടൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ആദ്യം കയറിയ തുണിക്കട ഒന്നുകൂടെ കയറുന്നുണ്ട് ലാസ്റ്റ് കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ആ തുണിക്കടയിൽ കയറി നമ്മൾ അവിടെ കണ്ടത് പോരാഞ്ഞിട്ട് ഇവിടെ നല്ലതുണ്ടെന്ന് നോക്കാൻ വന്നതായിരുന്നു.
അപ്പോൾ ഇവിടെയും കൂടെ കിട്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ പോയി ആ കണ്ടതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് തുണി വീട്ടിലിടുന്നത് തന്നെ. അങ്ങനെ അവിടെ കയറി അതും കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഈ തുണിക്കട നേരെ ഇറങ്ങി ഞാൻ ഇതാണ് പറഞ്ഞത്, ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്കൂൾ ഷോപ്പിംഗ്. ഇവിടെ സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള സ്കൂൾ ഷോപ്പിംഗ് ആട്ടോ. അവിടെ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉണ്ട്. എൻ്റെ ദൈവമേ, ഇവിടെ കയറിയിട്ട് 2.5 മണിക്കൂർ അവിടെ അങ്ങ് കളഞ്ഞു. കണ്ടില്ലേ, കയറി ചെല്ലുമ്പോഴേ ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അകത്തോട്ടൊന്നും പറയണ്ട, ഞാൻ ഒക്കുന്നത് പോലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് എൻ്റെ മൊബൈൽ ഓഫായി പോകുന്നുണ്ട്, അതുവഴിയേ പറയാം. അങ്ങനെ ദാണ്ടേ ബാഗുകളുടെ ഒരു സെക്ഷന്, ഇതൊന്നും അല്ല കേട്ടോ, പല പല സെക്ഷനാണ്. പക്ഷേ സംഭവമൊക്കെ കൊള്ളാം. കുപ്പികൾ, മെയിനായിട്ട് ആഷ്മിക്ക് കുപ്പി വേണം. ലച്ചുവിന് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ലച്ചുവിന് മാർച്ചിൽ ക്ലാസ് തുടങ്ങിക്കൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ലച്ചുവിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയായിരുന്നു. അപ്പം നമുക്ക് ആഷ്മിക്ക് മാത്രം മതി. അപ്പം നമുക്ക് നോട്ട് ബുക്കുകൾ വേണം. നോട്ട് ബുക്കുകൾ ഇപ്പം ഞാൻ വാങ്ങുന്നില്ല. ഞങ്ങൾക്ക് NSS കരയോഗത്തിൻ്റെ വക ഞങ്ങൾക്ക് എല്ലാ വർഷവും പഠനോപകരണങ്ങൾ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നോട്ട് ബുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതും കൂടെ നോക്കി വെച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, വേണ്ടി വരത്തില്ല, കാരണം നല്ല രീതിക്ക് കിട്ടാറുണ്ട് ബുക്കൊക്കെ. അപ്പോൾ ഇനി ലച്ചുവിനും കിട്ടും. അപ്പോൾ ലച്ചുവിനും ബുക്ക് മേടിച്ചുകൊണ്ട് 2 പേരെയും കൂടെ സെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ബുക്ക് എനിക്ക് മേടിക്കേണ്ടി വരത്തില്ല. പിന്നെ ബാഗ് നമ്മൾ കഴിഞ്ഞ വർഷത്തേനാണ് ഈ വർഷം കൊണ്ടുവന്നത്. ഇപ്പോൾ ലഞ്ച് ബോക്സ് ആയാലും എല്ലാം കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. അതിനാണ് ഇത്രയും മണിക്കൂർ ഇവിടെ ചിലവഴിച്ച് പോകും. കയറി ചെല്ലുമ്പോൾ അങ്ങനെയാണ്. കാരണം പിള്ളേരെ കണ്ണിലടക്കുന്ന സാധനങ്ങൾ ഭയങ്കരമായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട്, പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവർക്ക് വിചാരിക്കുന്ന സാധനങ്ങൾ അവർക്ക് എടുക്കണം, ഇല്ലെങ്കിൽ മുഖം തെളിയത്തില്ല. ഇടയ്ക്ക് അശ്വിന് മുഖം കാണുമ്പോൾ പറയും, ഇട്ട് കുപ്പിയെ കാണുമ്പം തെളിയുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ മേടിച്ച് വയ്ക്കും. കാരണം പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, അവരെ പുറമേ ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ നല്ല സാധനങ്ങൾ മാത്രം നോക്കിയെടുത്ത് അല്ലേ നമ്മൾ പേരൻസ് കൊടുക്കത്തുള്ളൂ. പക്ഷേ പിള്ളേർക്ക് ആ കാണുന്ന സാധനം വേണം. പക്ഷേ അതൊന്നും ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്, നമുക്കല്ലേ അറിയത്തുള്ളൂ. പേനായ പെൻസിൽ ഇതൊന്നും വേണ്ട. ഇപ്പം പെൻസിലിന് വലിയ ഉപയോഗമില്ല എങ്കിൽ കൂടി ഇവിടെ ഒരു ബോക്സ് പെൻസിൽ ഇരിപ്പുണ്ട്. പേനയും നമുക്ക് കരയോഗത്തിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ തീരുന്നതനുസരിച്ചിട്ടുള്ള നമ്മൾ പേന വാങ്ങത്തുള്ളൂ. അങ്ങനെ ദാണ്ട കുപ്പിയാണ് ആദ്യം എടുക്കുന്നത്. എത്ര നോക്കിയാലും എല്ലാ കുപ്പികളും നോക്കി ഈ കുപ്പിക്കൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ ഇവിടെ. പക്ഷേ നമുക്ക് വിലക്കുറവുണ്ട് ഇവിടെ, നല്ല സാധനങ്ങൾക്ക് വിലക്കുറവുണ്ട്. അങ്ങനെ ലച്ചു ഈ 1-ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന LKG കൊണ്ടുവന്ന പിള്ളേർ കൊണ്ടുവന്നത് കുപ്പി എടുത്തിട്ട് അത് വേണമെന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. ഞാനവളെ കളിയാക്കുക, നിനക്ക് നാണോ ഇല്ലയെന്നും ചോദിച്ചിട്ട്. ഈ ഇരിക്കുന്ന മൊത്തവും ഇറേസറും പേനയും ഉണ്ട്. അതിൻ്റെ അറ്റത്ത് പേനയാണ്. ഈ വളഞ്ഞിരിക്കുന്ന ഈ സാധനം കൊണ്ട് എങ്ങനെ എഴുതുമോ എന്തോ. എന്തായാലും ആഷ്മി എന്നോട് ഇങ്ങോട്ട് വല്ല, ഈ അമ്മ ഇത് കൊള്ളത്തില്ല കേട്ടോ, ഇതൊന്നും വേണ്ട, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇത് ഇറേസറും പേനയും കൂടെ. ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടോ, ഇതെല്ലാം പിള്ളേരെ ആകർഷിക്കാൻ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ. ഇത് എനിക്ക് തന്നെ കാണുമ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ പിന്നെ പിള്ളേരാരും പറയണ്ടല്ലോ. എന്തായാലും ഇതൊന്നും വേണമെന്ന് പറഞ്ഞില്ല കേട്ടോ. വേണമെന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ല, അത് വേറൊരു കാര്യം. കാരണം ഇതൊന്നും ആവശ്യമില്ല പിള്ളേർക്ക്. അങ്ങനെ ഇതൊക്കെ എന്ത് റേസറോ കട്ടറോ ഇതൊക്കെയാണ് ഈ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ വാങ്ങിച്ചപ്പോൾ കുറേയൊക്കെ ചീത്തയായിരുന്നു കേട്ടോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളത് നോക്കി കണ്ട് വാങ്ങിക്കണമെന്ന്. ഇതൊക്കെ എന്തുവാണോ ഇതാ മുഖം തെളിയത്തില്ല, എന്തൊക്കെയോ പറയിക്കൊണ്ട് വരുന്നുണ്ട് ഇവിടുന്ന് മുക്കിന്ന് മൂലയെന്നും ഒക്കെ. അധികം സാധനങ്ങളൊന്നും വേണ്ടെങ്കിലും എത്ര സമയം എന്നറിയാമോ ഇവിടെ ചിലവഴിച്ചത്. കാരണം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ അറിയണമല്ലോ, നമ്മൾ വാങ്ങിയില്ലെങ്കിൽ കൂടി ഓരോ വർഷം പുതിയതായിട്ട് എന്തൊക്കെയാണ് ഇറങ്ങുന്നതെന്ന് നമ്മളോട് അറിയണ്ടായോ. ഈ ഇറങ്ങുന്ന സാധനങ്ങൾ മൊത്തം നണ്ടിക്കടയിൽ കാണും. ഈ വർഷം പുതിയതായിട്ട് സ്കൂളിലെ പിള്ളേർക്ക് വേണ്ടി ഇറങ്ങുന്ന സാധനങ്ങളെല്ലാം നണ്ടിക്കടയിൽ കാണും. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാണ്. അതുകൊണ്ട് നമുക്കും അറിയണ്ടേ എന്തൊക്കെ ഡിസൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇറങ്ങിയെന്നുള്ളത്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കുറേ സമയം പോയിട്ട് ഞാൻ വളരെ കുറച്ച് സാധനമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രയോണ്, സ്കെച്ച്, അതുപോലുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ചൊരു ബോക്സ് കിട്ടുന്നത്. എന്തായാലും അത് സെപ്പറേറ്റ് വാങ്ങണമല്ലോ. അങ്ങനെ ഇതേപോലെ ഈ ഒരു ഐറ്റം തന്നെ എത്ര ഡിസൈനിലാണെന്നറിയാമോ, പല ബോക്സിലും കാര്യങ്ങൾ. അങ്ങനെ അതേലും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളതൊക്കെ വാങ്ങണം, അതുകൊണ്ട് അതിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ളത് ഈ വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിലിടാം. എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ എടുത്തിടാം. ഇവർക്ക് ജൂൺ 4-നാണ് സ്കൂൾ തുറക്കുന്നത്. ലച്ചുവിനും ആഷ്മിക്കും ജൂൺ 4-ന് തന്നെയാണ് തുറക്കുന്നത്. അപ്പോൾ അടുത്ത ബുധനാഴ്ച മറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പം ബുക്കെല്ലാം പൊതിയണം, പുസ്തകം എല്ലാം കിട്ടിയിട്ടുണ്ട്, നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്, എല്ലാം പൊതിയണം. അപ്പോൾ സമയം ഇപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റായിപ്പോയി ഇപ്രാവശ്യം സ്കൂൾ ഷോപ്പിംഗ് നടത്തില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ നടത്തുന്നതായിരുന്നു.
ഞാൻ പറഞ്ഞില്ല നേരത്തെ വരാൻ ഒരുങ്ങിയതാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. നമുക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് ഒറ്റ കട കൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ എല്ലാം അവിടെ നിന്ന് തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ 10 മണിക്ക് 10 മണിക്ക് മുന്നേ നമ്മൾ സദ്യ കഴിച്ചത് കേട്ടോ. ഇപ്പം തുണിക്കടയിലും കയറി അവിടെ ഇവിടെയെല്ലാം കയറി കുറേ സമയമായിട്ടുണ്ട്. അങ്ങനെ പിള്ളേർക്കൊക്കെ വീണ്ടും വിശപ്പ്, കാരണം രാവിലെ ആണ്ട് സദ്യയൊന്നും വലുതായിട്ടൊന്നും ആരും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വിശപ്പൊക്കെ ആയി. അപ്പം ഇത് പെട്ടെന്നൊന്ന് കഴിഞ്ഞിട്ട് വേണം, എന്തെങ്കിലും കഴിച്ചിട്ടും കൂടെ വേണം. കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. എന്തായാലും ഇതിനിടയ്ക്ക് മഴയൊന്നും പെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഞാൻ ബില്ല് പേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ ഗൂഗിൾ പേ ആയിരുന്നു, നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അപ്പം ഗൂഗിൾ പേ ആയിരുന്നു. അപ്പം മൊബൈൽ അങ്ങ് ഓഫായിപ്പോയി. ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയം ഒത്തിരി വീഡിയോസൊക്കെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ മൊബൈൽ അങ്ങ് ഓഫായിപ്പോയി. എന്തോ പറയാനാ. പിന്നെ ഞാൻ അവിടെ ചാർജ് ഇട്ട് സാധനം അവിടെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ നാരങ്ങ വെള്ളമോ ജ്യൂസ് എന്തെങ്കിലും കഴിക്കാനാണെന്ന് പറഞ്ഞ് അപ്പുറത്തോട്ട് പോയി. അതിന് കുറച്ച് കാശ്, ഇച്ചിരി പൈസ ഉള്ളായിരുന്നു എൻ്റെ കയ്യിലായിട്ട്. ഇപ്പോൾ ഇവിടെ കൊടുക്കാനുള്ള കാശായിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ എവിടെ പോയാലും ഗൂഗിൾ പേ ആണല്ലോ. പക്ഷേ മൊബൈൽ ചാർജ് ഞാൻ ശ്രദ്ധിക്കാൻ മറന്നില്ല, വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നോണ്ടേ. അങ്ങനെ മൊബൈലൊക്കെ അവിടെ ചാർജ് ഇട്ടിച്ച് ഞങ്ങൾ തൊട്ടടുത്ത ബേക്കറി പോയി വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി. അങ്ങനെ പിള്ളേർ ദാണ്ട ചിക്കൻ റോളും കട്ട്ലറ്റും ഒക്കെ കഴിക്കും, പിന്നെ ഷാർജയും ഒക്കെ ഓർഡർ ചെയ്തു. രാവിലെ അല്ലായിരുന്നു സദ്യ കഴിച്ചത്. 10 മണിക്ക് ഒന്നാമത് സദ്യ കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആഹാരം കഴിക്കാൻ, അങ്ങനെയൊക്കെയുള്ള സദ്യ കഴിക്കാനുള്ള ഒരു മൂഡ് നമുക്ക് കിട്ടത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും കുറേശ്ശെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ ഷാർജയൊക്കെ പറഞ്ഞു. ആഷ്മിക്കാണ് അവിടെ അബദ്ധം പറ്റിയത്. ആഷ്മി സ്ട്രോബെറി ഷേക്ക് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാം ഓർഡർ ചെയ്ത സാധനങ്ങളും വന്ന് ഞങ്ങൾ കഴിച്ച് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ആഷ്മിയുടെ സാധനം വന്നത്. അങ്ങനെ എന്തായാലും ആഷ്മിയുടെ സാധനം വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ആഷ്മിയെ സഹായിച്ചു കേട്ടോ, തീരാൻ വേണ്ടി സഹായിച്ചു കൂടിയിരുന്നവരെല്ലാവരും കൂടെ. അങ്ങനെ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി മൊബൈലൊക്കെ ചാർജ് ചെയ്യും. അപ്പോഴത്തേക്കിനും മൊബൈൽ കുറച്ച് ചാർജ് ആയിരുന്നു. പിന്നെ അവിടുത്തെ സാധനങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ ഏകദേശം 3 മണിയായി വീട്ടിലെത്തിയപ്പം കേട്ടോ. ഇന്ന് മൊത്തത്തിലും തിരക്കുടിച്ചൊരു സമയമായിരുന്നു, ദിവസമായിരുന്നു. കാരണം രാവിലെ ഒരു 8:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങളൊരു 3:30 വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് പിന്നെ ഇനി 5 മണിയാകുമ്പം വീണ്ടും നല്ല വിരുന്നിന് പോകണം. അങ്ങനെ ആകെ തിരക്കായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിനൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം.